ഹലോ എവ്രി വൺ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ സൗണ്ട് വേവ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ചാപ്റ്ററിനെ കുറിച്ചായിരുന്നു ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നിട്ടുള്ളത്. അപ്പോൾ അതിൽ നമുക്ക് കുറച്ചും കൂടി കാര്യങ്ങൾ നോക്കാനായിട്ടുണ്ട്. അതായത് ഇന്ന് നമുക്ക് ആ ചാപ്റ്റർ വൈൻഡ് അപ്പ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇന്നത്തോടു കൂടി സൗണ്ട് വേവ്സ് എന്നുള്ള ചാപ്റ്റർ അവസാനിപ്പിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പം നമുക്ക് നോക്കാം. ലിമിറ്റ്സ് ഓഫ് ഓഡിബിലിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ? ഓഡിബിലിറ്റിനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത് കേൾക്കാനായിട്ട് പറ്റുന്നത്. ഓഡിബിൾ അല്ല എന്നൊക്കെ പറയുന്ന കേൾക്കാറില്ലേ? അതെന്തിനാ ഉദ്ദേശിക്കുന്നത്? അതായത് കേൾക്കാൻ പറ്റുന്ന സൗണ്ട്. കേൾക്കാൻ പറ്റുന്ന സൗണ്ടും ഉണ്ട്, കേൾക്കാൻ പറ്റാത്തതായിട്ടുള്ള സൗണ്ടും ഉണ്ട്. ഈ ഒരു ടേബിളില് കുറച്ച് സൗണ്ടുകൾ കൊടുത്തിട്ടുണ്ട്. അതായത് റേഞ്ച് കൊടുത്തിട്ടുണ്ട് അല്ലെ. ഇവിടെ 20 ഹെഡ്സ് എന്ന് കാണാൻ പറ്റും, ഇവിടെ 20,000 ഹെഡ്സ് എന്ന് കാണാൻ പറ്റും. ഈ ഒരു റേഞ്ച്, അതായത് ഇവിടെ നമുക്ക് കാണാൻ പറ്റും എന്താണുള്ളത്? ഓഡിബിൾ ടു ഹ്യൂമൻസ്, അതായത് ഹ്യൂമൻസിന് കേൾക്കാനായിട്ട് പറ്റുന്ന സൗണ്ടിന്റെ റേഞ്ച് എത്രയാണ്? 20 ഹെഡ്സിന്റെയും 20,000 ഹെഡ്സിന്റെയും ഇടയിലാണ് ഹ്യൂമൻസിന് കേൾക്കാനായിട്ട് പറ്റുന്നത്. അതായത് പറഞ്ഞു വരുന്നത് 20 ഹെഡ്സിന്റെയും 20 കിലോ ഹെഡ്സിന്റെയും 20 ഹെഡ്സിന്റെയും 20 കിലോ ഹെഡ്സിന്റെയും ഇടയിലാണ് സൗണ്ടിന്റെ ഫ്രീക്വൻസി എങ്കിൽ മാത്രമേ നമുക്ക് കേൾക്കാനായിട്ട് പറ്റുള്ളൂ. നമ്മൾ ഹ്യൂമൻ ബീങ്സിന് കേൾക്കാനായിട്ട് പറ്റുന്ന റേഞ്ച് ഓഫ് ഫ്രീക്വൻസി ഏതാണ്? 20 ഹെഡ്സിന്റെയും 20 കിലോ ഹെഡ്സിന്റെയും ഇടയിലാണ്. ഇവിടെ ഇപ്പോൾ 19 ഹെഡ്സ് ആണ് ഉള്ളത് എന്ന് വിചാരിക്കും. ഇവിടെ 19 ഹെഡ്സും ഇവിടെ ഒരു 30 കിലോ ഹെഡ്സും ആണ് എന്ന് വിചാരിക്കും. ഈ 19 ഹെഡ്സ് എന്ന് പറയുന്നത് നമ്മൾ ഹ്യൂമൻ ബീങ്സിന് കേൾക്കാനായിട്ട് പറ്റില്ല. 30 കിലോ ഹെഡ്സും നമുക്ക് കേൾക്കാനായിട്ട് പറ്റില്ല. കാരണം എന്താ? ഹ്യൂമൻ ബീങ്സിന് കേൾക്കാനായിട്ട് പറ്റുന്ന ഒരു റേഞ്ച് എന്ന് പറഞ്ഞാല് 20 ഹെഡ്സിന്റെയും 20 കിലോ ഹെഡ്സിന്റെയും ഇടയിൽ ആയിരിക്കണം. എന്നാൽ മാത്രമേ നമ്മൾ ഹ്യൂമൻ ബീങ്സിന് കേൾക്കാനായിട്ട് പറ്റുള്ളൂ. ഈ 20 ഹെഡ്സിന് താഴെയുള്ളതിനാ നമ്മൾ ഇൻഫ്രാസോണിക് സൗണ്ട് എന്നാണ് വിളിക്കുക. 20 ഹെഡ്സിന് മേല, അതായത് 20,000 ഹെഡ്സിന് മേലെ ഉള്ളതിന് എന്താ വിളിക്കുക? അൾട്രാസോണിക് സൗണ്ട് എന്ന്. ഒന്നുകൂടി പറയാം. 20 ഹെഡ്സിന് താഴെയാണെങ്കിൽ അത് ഇൻഫ്രാസോണിക് ആണ്. ഇൻഫ്രാസോണിക് വേവ് ആണ്. 20 കിലോ ഹെഡ്സിന്, 20,000 എന്ന് വെച്ച് കഴിഞ്ഞാൽ 20 കിലോ ഹെഡ്സ്. 20 കിലോ ഹെഡ്സിന് മേലെയാണെങ്കിൽ അതെന്താണ്? അൾട്രാസോണിക് ആണ്. അൾട്രാസോണിക് വേവ് ആണ്. ഇൻഫ്രാസോണിക് വേവും ഉണ്ട്, അൾട്രാസോണിക് വേവും ഉണ്ട്. ഇൻഫ്രാസോണിക് വേവും അൾട്രാസോണിക് വേവും ഹ്യൂമൻസിന് കേൾക്കാനായിട്ട് പറ്റില്ല. കാരണം എന്താ? ഇൻഫ്രാസോണിക്കും അൾട്രാസോണിക്കും ഹ്യൂമൻസിന് കേൾക്കാനായിട്ട് പറ്റില്ല. അതിന്റെ കാരണം എന്താ? ഹ്യൂമൻസിന് കേൾക്കാനായിട്ട് പറ്റുന്ന ഓഡിബിൾ റേഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാണ്? 20 ഹെഡ്സിന്റെയും 20 കിലോ ഹെഡ്സിന്റെയും ഇടയിലാണ്. ഇതിന്റെ ഇടയിലുള്ള ഫ്രീക്വൻസീസ് മാത്രമേ ഹ്യൂമൻസിന് കേൾക്കാനായിട്ട് പറ്റുള്ളൂ. 20ൽ കുറവോ അല്ലെങ്കിൽ 20,000ൽ കൂടുതലോ ആണെങ്കിൽ ഹ്യൂമൻസിന് കേൾക്കാനായിട്ട് പറ്റില്ല. പക്ഷെങ്കിൽ നമ്മൾ ഹ്യൂമൻസിനെ പോലെ അല്ലാണ്ട് വേറെ കുറെ ആനിമൽസ് ഒക്കെ ഉണ്ടല്ലോ. അപ്പോ ആ ആനിമൽസിനെ ചിലപ്പോൾ ഇൻഫ്രാസോണിക്ക് കേൾക്കാനായിട്ട് പറ്റും, ചിലപ്പോൾ അൾട്രാസോണിക്ക് കേൾക്കാനായിട്ട് പറ്റും. അത് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഇവിടെ നോക്ക്, സീസ്മിക് വേവ് അല്ലെ. ഈ സീസ്മിക് വേവ് ഒരു ഇൻഫ്രാസോണിക് ഫ്രീക്വൻസിന്റെ എന്താണ്? ഒരു എക്സാമ്പിൾ ആണ്. എന്താ? സീസ്മിക് വേവ് ഒരു ഇൻഫ്രാസോണിക് ആണ്. സീസ്മിക് വേവ് എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മളുടെ എർത്ത് സുനാമി ഇതൊക്കെ വരുമ്പോൾ എർത്തിന്റെ ഉപരിതലത്തിലൂടെ പോകുന്ന വേവിനെയാണ് നമ്മൾ സീസ്മിക് വേവ് എന്ന് പറയാം. സീസ്മിക് വേവ് എന്ത് വേവ് ആണ്? ഇൻഫ്രാസോണിക് വേവ് ആണ്. എക്സാമിന് ക്വസ്റ്റ്യൻ ചോദിക്കും കേട്ടോ, സീസ്മിക് വേവ് ഈസ് ഡാഷ് ടൈപ്പ് ഓഫ് വേവ് എന്ന് പറഞ്ഞിട്ട് ചോദിക്കും. സീസ്മിക് വേവ് എന്ത് ടൈപ്പ് വേവ് ആണ്? ഇൻഫ്രാസോണിക് ആണ്. എന്താ? ഇൻഫ്രാസോണിക് വേവ് ആണ്. ഇനി അടുത്തത് ഡോഗിനെ നോക്ക്. ഡോഗിന് ഏതൊക്കെ കേൾക്കാനായിട്ട് പറ്റും? ഹ്യൂമൻസിന് കേൾക്കാനായിട്ട് പറ്റുന്നതും ഡോഗിന് കേൾക്കാനായിട്ട് പറ്റും. പിന്നെ എന്താ? അൾട്രാസോണിക്കും കേൾക്കാനായിട്ട് പറ്റും. ഹ്യൂമൻസിന് കേൾക്കാനായിട്ട് പറ്റുന്ന സൗണ്ട്സും ഡോഗ്സിന് കേൾക്കാനായിട്ട് പറ്റും.
ഇനി പീജൻസിന് ഇൻഫ്രാസോണിക്കും കേൾക്കാൻ പറ്റും, പിന്നെ നമ്മൾ ഹ്യൂമൻസ് കേൾക്കുന്നതും കേൾക്കാനായിട്ട് പറ്റും. അടുത്തത് മോത്തിന് നമ്മളെ കേൾക്കുന്നത് കുറച്ച് കേൾക്കാനായിട്ട് പറ്റും. അതായത് 20 ഹെർട്സ് ഒന്നും പോരാ, കുറച്ചും കൂടി കൂടുതൽ വേണം അല്ലെ, ഈ ഒരു പോർഷനിലല്ലേ വരുന്നത്. അപ്പൊ മോത്തിന് എന്താണ്, അൾട്രാസോണിക്കും കേൾക്കാൻ പറ്റും, ഓഡിബിലിറ്റി ഹ്യൂമൻസിന് കേൾക്കാനാവുന്നതും പറ്റും. എലിഫന്റിനെ നോക്ക്, എലിഫന്റ് കൂടുതലും കേൾക്കാനായിട്ട് പറ്റുക ഹ്യൂമൻസിന് കേൾക്കാനാവുന്നതാണ്. പക്ഷെങ്കിൽ കുറച്ച് ഇൻഫ്രാസോണിക്കും കേൾക്കാനായിട്ട് പറ്റുന്നുണ്ട്, കുറച്ച് അൾട്രാസോണിക്കും കേൾക്കാനായിട്ട് പറ്റുന്നുണ്ട്. ബാറ്റ്സ്, വവ്വാലുകളിന് അൾട്രാസോണിക്ക് നന്നായിട്ട് കേൾക്കാനായിട്ട് പറ്റും. അതുപോലെ തന്നെ എന്താ, ഹ്യൂമൻസിന് കേൾക്കാനാവുന്നതും പറ്റും. പിന്നെ എന്താ ഉള്ള, കാറ്റിന് എന്താണ്, ഹ്യൂമൻസിന് കേൾക്കാനായിട്ട് പറ്റുന്നതും കേൾക്കും, അൾട്രാസോണിക്കും കേൾക്കും. അപ്പൊ ഇത്രയാണ് ഈ ടേബിളിൽ പറഞ്ഞിട്ടുള്ളത്. മെയിൻ ആയിട്ട് ഇതിൽ നിന്ന് നിങ്ങൾക്ക് ചോദിക്കാം, സീസ്മിക് വേവ് എന്ത് തരം ഫ്രീക്വൻസി ഓഫ് സൗണ്ട് ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്, അങ്ങനെ ആയിരിക്കും ചോദിക്കുക. എന്താണ്, ഇൻഫ്രാസോണിക് റേഞ്ചിലാണ് സീസ്മിക് വേവ് വരുന്നത്. ഇത് ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ എന്താണ്, ഇതും ഓഡിബിൾ റേഞ്ച് ടു ഹ്യൂമൻസ്, അതായത് ലിമിറ്റ് ഓഫ് ഓഡിബിലിറ്റി, ഹ്യൂമൻസിന് കേൾക്കാനായിട്ട് പറ്റുന്ന സൗണ്ടിന്റെ ലിമിറ്റ് ഏതാണ്, എത്രയാ, 20 ഹെർട്സും 20,000 ഹെർട്സും. ഇതിന്റെ ഇടയിലുള്ളത് മാത്രമേ ഹ്യൂമൻസിന് കേൾക്കാനായിട്ട് പറ്റുള്ളൂ. ഇനി നമുക്ക് അടുത്ത നോക്കാം. അടുത്ത എന്താ, യെസ്, the frequency of sound produced in a Galton whistle used for training dogs is about 30,000 ഹെർട്സ്. എന്താ പറഞ്ഞിട്ടുള്ളത്, ഇവിടെ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. അതായത് ഡോഗ്സിനെ ട്രെയിൻ ചെയ്യുന്ന ഒരു വിസിലുണ്ട്. ഈ വിസിലിന്റെ പേര് ഗാൽട്ടൺ വിസിൽ എന്നാ. എന്താ, ഗാൽട്ടൺ വിസിലിന്. അപ്പൊ ഈ ഒരു വിസിലിന്റെ ഫ്രീക്വൻസി എത്രയാണ്, ഫ്രീക്വൻസി തന്നിട്ടുള്ളത് 30,000 ആണ്. എത്ര തന്നിട്ടുള്ളത്, 30,000 ആണ് ഈ ഒരു വിസിലിന്റെ ഫ്രീക്വൻസി. അപ്പൊ ഈ ഒരു വിസിലിന്റെ ഫ്രീക്വൻസി നമുക്ക് ഹ്യൂമൻസിന് കേൾക്കാനായിട്ട് പറ്റുമോ, ഇല്ല, നമ്മൾ ഹ്യൂമൻസിന് കേൾക്കാനായിട്ട് പറ്റില്ല. കാരണം എന്താ, ഹ്യൂമൻസിന് കേൾക്കാനായിട്ട് പറ്റുന്ന സൗണ്ടിന്റെ റേഞ്ച് എത്രയാണ്, 20 ഹെർട്സിന്റെയും 20,000 ഹെർട്സിന്റെയും ഇടയിലുള്ളത് മാത്രമേ നമ്മൾ ഹ്യൂമൻസിന് കേൾക്കാനായിട്ട് പറ്റൂ. 30,000 എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ, 20,000ന്റെ മേലെയാണ്. അപ്പൊ നമുക്ക് ഇത് കേൾക്കാനായിട്ട് പറ്റില്ല. അപ്പൊ ആൻസർ എന്താ, നോ. Can humans hear the sound of a Galton whistle? No. There are high and low frequency sounds in nature, but humans cannot hear the sound of all frequency. എന്താ, നമ്മളുടെ നാച്ചുറൽ ഹൈ ഫ്രീക്വൻസിയോ ലോ ഫ്രീക്വൻസി ആയിട്ടുള്ള കുറേ സൗണ്ടുകൾ ഉണ്ട്. പക്ഷെങ്കിലോ എല്ലാ ഫ്രീക്വൻസിയും ഹ്യൂമൻസിന് കേൾക്കാനായിട്ട് പറ്റുമോ, ഇല്ല. ഈ ഒരു റേഞ്ചിലുള്ള ഫ്രീക്വൻസി ഓഫ് സൗണ്ട് മാത്രമേ നമ്മൾ ഹ്യൂമൻസിന് കേൾക്കാനായിട്ട് പറ്റൂ. That is, there is a limit to the range of frequency of sound that humans can hear. അതാണ് ഞാൻ മുന്നേ പറഞ്ഞത്. അതായത് ഒരു ലിമിറ്റ് ഉണ്ട് അല്ലെ നമുക്ക് കേൾക്കാനായിട്ട് പറ്റുന്നത്. For a person with a normal hearing, the lower limit of audible sound is 20 hertz. അതായത് ചെവിക്ക് അങ്ങനെ പ്രശ്നമൊന്നും ഇല്ലാത്ത ആളാണെങ്കിൽ, അതായത് നോർമൽ ഹിയറിംഗ് ഉള്ള ഒരാൾക്ക് 20 ഹെർട്സിൽ ആണ് മിനിമം. എത്രയാണ്, ലോവർ ലിമിറ്റ് എത്രയാണ്, കേൾക്കുന്നതിന്റെ ലോവർ ലിമിറ്റ് 20 ഹെർട്സും അപ്പർ ലിമിറ്റ് എത്രയാ, 20 കിലോ ഹെർട്സ്, അതായത് 20,000 ഹെർട്സും ആണ്. സൗണ്ട് വിത്ത് എ ഫ്രീക്വൻസി ബിലോ 20 ഹെർട്സ് ഈസ് ഇൻഫ്രാസോണിക്. 20ൽ കുറവിന് എന്തായിരുന്നു വിളിച്ചിട്ടുള്ളത്, ഇൻഫ്രാസോണിക്. 20,000ൽ കൂടുതലുള്ളതിനെ വിളിച്ചിട്ടുള്ളത് അൾട്രാസോണിക് സൗണ്ട് എന്ന് ആണ്. ക്ലിയർ ആയില്ലേ അല്ലെ, ഡൗട്ട് ഉണ്ടോ, ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കണം കേട്ടോ. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് നോക്കാം. നെക്സ്റ്റ് വൺ, യൂസിങ് അൾട്രാസോണിക് സൗണ്ട്, bats can travel smoothly and catch prey easily even in the dark. Ultrasonic waves are used in many situations. എന്താ ഇവിടെ പറഞ്ഞിട്ടുള്ളത്, അതായത് ബാറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ, വവ്വാൽ അല്ലെ. വവ്വാൽ ഏത് സൗണ്ടാ യൂസ് ചെയ്യുക, അൾട്രാസോണിക് സൗണ്ട് ആണ് യൂസ് ചെയ്യുക. വവ്വാൽ യൂസ് ചെയ്യുന്ന സൗണ്ട് ഏതാ, അൾട്രാസോണിക് സൗണ്ട്. ആ അൾട്രാസോണിക് സൗണ്ട് യൂസ് ചെയ്തിട്ട് വവ്വാലിന് ഇരകളെ, അതായത് പ്രേനെ പിടിക്കാനായിട്ട് പറ്റും. ഇരുട്ടത്ത്
എന്താ പ്രേകൾക്ക് എന്താ കണ്ണ് കാണൂല അല്ലെ. അപ്പൊ വവ്വാൽ എന്ത് ചെയ്യും, അൾട്രാസോണിക് സൗണ്ട് ഇങ്ങനെ പുറപ്പെടുവിക്കും. എന്ത് ചെയ്യും, അൾട്രാസോണിക് സൗണ്ട് ഇങ്ങനെ പുറപ്പെടുവിക്കും. എന്നിട്ട് എന്ത് സംഭവിക്കും, ഈ അൾട്രാസോണിക് സൗണ്ട് ഈ ഇരേന്റെ മേലിൽ പോയി തട്ടും. മേലിൽ പോയി തട്ടിയിട്ട് എന്ത് ചെയ്യും, ഇത് റിഫ്ലക്ട് ചെയ്ത് എങ്ങോട്ടേക്ക് എത്തും, വവ്വാലിന്റെ ചെവിയിലേക്ക് എത്തും. അപ്പൊ എന്താ, വവ്വാലിന് ഇര ഏകദേശം എത്ര ദൂരത്താണ് ഉള്ളതെന്ന് എസ്റ്റിമേറ്റ് ചെയ്തിട്ട് പ്രേനെ പിടിക്കാനായിട്ട് പറ്റും. അപ്പൊ വവ്വാൽ യൂസ് ചെയ്യുന്ന എന്ത് ടൈപ്പ് സൗണ്ട് ആണ്, അൾട്രാസോണിക് സൗണ്ട്. എന്ത് സൗണ്ടാ, അൾട്രാസോണിക്. നമ്മൾ ഹ്യൂമൻസിന് കേൾക്കാനായിട്ട് പറ്റുമോ, ഇല്ല. നമ്മൾ ഹ്യൂമൻസിന് ഇൻഫ്രാസോണിക്കും അൾട്രാസോണിക് സൗണ്ടും കേൾക്കാനായിട്ട് പറ്റില്ല. ഇനി നമുക്ക് കുറച്ച് യൂസസ് നോക്കാം. അൾട്രാസോണിക് സൗണ്ട് വേവ്സിന്റെ കുറച്ച് യൂസസ് നോക്കാം. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, എക്സാംസിന് ചോദിക്കുക. അതായത് വാട്ട് ആർ ദ യൂസസ് ഓഫ് അൾട്രാസോണിക് വേവ്സ് എന്നൊക്കെ ക്വസ്റ്റ്യൻസ് ചോദിക്കും. അപ്പൊ നമുക്ക് നോക്കാം. ഇൻ ദ മെഡിക്കൽ ഫീൽഡ് അൾട്രാസോണിക് വേവ്സ് ആർ യൂസ്ഡ് ഫോർ ഡയഗ്നോസിസ് ആൻഡ് ട്രീറ്റ്മെന്റ്. അതായത് എന്താ, മെഡിക്കലില് നമ്മൾ ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞാൽ ഹോസ്പിറ്റലിലെ ഡയഗ്നോസിസ്, അതായത് നമ്മളുടെ പ്രശ്നങ്ങൾ കണ്ടെത്താനും അത് ട്രീറ്റ്മെന്റ് ചെയ്യാനും ഒക്കെ നമ്മൾ അൾട്രാസോണിക് സൗണ്ട് വേവ്സ് ആണ് യൂസ് ചെയ്യുന്നത്. ടു ക്രഷ് സ്മോൾ സ്റ്റോൺസ് ഇൻ ദ കിഡ്നി, അതായത് കിഡ്നി സ്റ്റോൺ എന്ന് പറയുന്നത് കേൾക്കാറില്ലേ, ആ കിഡ്നിയിലുള്ള സ്റ്റോൺസ് ഒക്കെ എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട്, ക്രഷ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ അൾട്രാസോണിക് വേവ്സ് ആണ് യൂസ് ചെയ്യുക. പിന്നെ എവിടെയാ, ഫിസിയോതെറാപ്പിയിൽ യൂസ് ചെയ്യുന്നുണ്ട്. ടു ടേക്ക് ഇമേജസ് ഓഫ് ഇന്റേണൽ ഓർഗൻസ് സച്ച് ആസ് കിഡ്നി, ലിവർ, ഗോൾ ബ്ലാഡർ ആൻഡ് യൂട്രസ്. ഇതിന്റെ ഒക്കെ ഇന്റേണൽ ഇമേജസ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നുണ്ട്, അൾട്രാസോണിക് വേവ്സ് യൂസ് ചെയ്യുന്നുണ്ട്. അൾട്രാസോണിക് വേവ്സ് ദാറ്റ് ട്രാവൽ ത്രൂ ബോഡി ടിഷ്യൂസ് സ്ട്രൈക്ക് ആൻഡ് റിഫ്ലക്ട് അറ്റ് ഏരിയാസ് ഓഫ് വേരിയിങ് ഡെൻസിറ്റി ഇൻ ദ ടിഷ്യൂസ്. എന്താ പറഞ്ഞിട്ടുള്ളത്, അതായത് അൾട്രാസോണിക് വേവ്സ് നമ്മൾ ബോഡിയിലൂടെ ഇങ്ങനെ കടത്തി വിട്ട് കഴിഞ്ഞാൽ ഏതൊരു പാർട്ടിലാണോ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു പാർട്ടിൽ ഈ സൗണ്ട് പോയി തട്ടും. എന്നിട്ട് എന്ത് ചെയ്യും, അത് റിഫ്ലക്ട് ചെയ്തിട്ട് വരും. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിന്റെ ഇമേജസും എത്ര ദൂരത്താണുള്ളതെന്നും എത്ര വലുപ്പത്തിലാണുള്ളതെന്നും ഒക്കെ നമുക്ക് എളുപ്പത്തിൽ ഡിറ്റക്ട് ചെയ്യാനായിട്ട് പറ്റും. These waves are converted into electrical signals to form an image of the organ. അതായത് ഈ അൾട്രാസോണിക് വേവ്സ് ഇലക്ട്രിക്കൽ സിഗ്നൽ ആയിട്ടാണ് കൺവേർട്ട് ചെയ്യുന്നത്. അങ്ങനെ ഇലക്ട്രിക്കൽ സിഗ്നൽസ് ആയിട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്താ, ഒരു സ്ക്രീനിൽ അതൊരു ഇമേജ് ആക്കിയിട്ട് മാറ്റാനായിട്ട് പറ്റും. അപ്പൊ ഈ ഒരു ടെക്നിക്കിനെയാണ് നമ്മൾ അൾട്രാസോണോഗ്രഫി എന്ന് പറയാം. എന്താ, അൾട്രാസോണോഗ്രഫി. അൾട്രാസോണോഗ്രഫി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ഇന്റേണൽ ഓർഗൻസിന്റെയും ടിഷ്യൂസിന്റെയും ഒക്കെ ഇമേജസ് ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അൾട്രാസോണിക് വേവ്സ് ബോഡിയിലേക്ക് പാസ് ചെയ്യും. അപ്പോൾ ആ അൾട്രാസോണിക് വേവ്സ് എന്തായി മാറും, ഇലക്ട്രിക്കൽ സിഗ്നൽസ് ആയിട്ട് മാറും. ഇലക്ട്രിക്കൽ സിഗ്നൽസ് ആയി മാറിയാൽ അത് നമുക്ക് എന്താ, സ്ക്രീനിലൊക്കെ എളുപ്പത്തിൽ എന്ത് ചെയ്യാൻ പറ്റും, ഇമേജ് കാണാനായിട്ട് പറ്റും. അപ്പൊ ഈ ഒരു ടെക്നിക്കിനെയാണ് അൾട്രാസോണോഗ്രഫി എന്ന് പറയാം. ഓക്കെ, ക്ലിയർ ആയില്ലേ? ഇനി നെക്സ്റ്റ് ആപ്ലിക്കേഷൻ, ഫോർ ക്ലീനിങ് സ്പൈറൽ ട്യൂബ്സ്, ഇറഗുലർ മെഷീൻ പാർട്സ്, ഇലക്ട്രോണിക് കമ്പണൻസ് എക്സെട്ര. എന്താ പറഞ്ഞിട്ടുള്ളത്, അൾട്രാസോണിക് വേവ്സ് യൂസ് ചെയ്തിട്ട് ഇങ്ങനെ ഭയങ്കരമായിട്ട് ചുരുണ്ടിട്ടുള്ള ഓരോ ട്യൂബ്സ് ഒക്കെ ഉണ്ടാവില്ല, അതായത് ഭയങ്കരമായിട്ട് സ്പൈറലായിട്ട് ചുരുണ്ടിട്ടുള്ള ട്യൂബ്സ് ഒക്കെ ക്ലീൻ ചെയ്യാനൊക്കെ നമ്മൾ എന്താ യൂസ് ചെയ്യുക, അൾട്രാസോണിക് വേവ്സ് ആണ് യൂസ് ചെയ്യുക. പിന്നെ ഷേപ്പ് ഇല്ലാത്ത മെഷീൻ്റെ ഓരോ പാർട്സ് ഉണ്ടാവില്ലേ, നമുക്ക് കൈ കൊണ്ടൊന്നും എത്തിപ്പെടാനാവാത്ത, അവിടെയൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നത് അൾട്രാസോണിക് വേവ്സ് ആണ്. പിന്നെ ഉള്ളത് ഇൻ ദ ഡിവൈസ് കോൾഡ് സോണാർ. സോണാർ എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. സോണാർ എന്താണ്, ഇമ്പോർട്ടൻ്റ് ആണ്. സോണാർ വിച്ച് ഈസ് യൂസ് ടു ഫൈൻഡ് ദ ഡിസ്റ്റൻസ് ടു ദ അണ്ടർ വാട്ടർ ഒബ്ജക്റ്റ്. അതായത് ഇവിടെ നിങ്ങൾക്ക് ഒരു ഷിപ്പ് കാണാം അല്ലെ, ഷിപ്പ് ഉണ്ട്. ഇവിടെ എന്താ, ഇവിടെ ഇപ്പോ കല്ലിന് പകരം ഇവിടെ വേറെ എന്തെങ്കിലും ഒരു ഒബ്ജക്റ്റ് ഉണ്ട് എന്ന് വിചാരിക്കും. ഈ ഒരു ഒബ്ജക്റ്റിനെ നമുക്ക് ലൊക്കേറ്റ് ചെയ്യാൻ വേണ്ടി ഈ ഷിപ്പിൽ സോണാർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഡിവൈസ് ഫിക്സ് ചെയ്യും. സോണാർ എന്ന് വെച്ച് കഴിഞ്ഞാൽ സൗണ്ട് നേവിഗേഷൻ ആൻഡ് റേഞ്ചിങ് എന്നാണ് അർത്ഥം. അതായത് സോണാർ ഇങ്ങനെ ഈ ഒരു ഷിപ്പിൽ ഫിക്സ് ചെയ്യും.
അപ്പൊ ഈ സോണാർ എന്താ, അൾട്രാസോണിക് വേവ്സ് ആയിരിക്കും പ്രൊഡ്യൂസ് ചെയ്യുക. അപ്പൊ ആ അൾട്രാസോണിക് വേവ്സ് ഇങ്ങനെ പോയി എവിടെ തട്ടും, ഈ ഒരു ഒബ്ജക്റ്റിൽ തട്ടും. ഈ ഒരു ഒബ്ജക്റ്റിൽ തട്ടിയതിന് ശേഷം എന്ത് സംഭവിക്കും, ഈ സൗണ്ട് വേവ്സ് തിരിച്ച് റിഫ്ലക്ട് ചെയ്ത് ഇങ്ങോട്ടേക്ക് തന്നെ എത്തും. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഏകദേശം എത്ര ദൂരത്തിലാണ് ഈ ഒരു ഒബ്ജക്റ്റ് ഉള്ളത് എന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ലൊക്കേറ്റ് ചെയ്യാനായിട്ട് പറ്റും. അതാണ് സോണാർ. അതായത് അണ്ടർ വാട്ടർ ഒബ്ജക്ട്സിനെ ഒക്കെ ലൊക്കേറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് എന്ത്, സോണാർ. ക്ലിയർ ആയില്ലേ? ഇനി നമുക്കൊരു ക്വസ്റ്റ്യൻ ചെയ്യാം. If an ultrasonic waves emitted by a transmitter installed on a ship on the surface of the water strikes a rock at the bottom of the sea and returns after 0.2 seconds, what is the distance from the ship to the rock? Consider the speed of ultrasonic waves in sea water is 1522 meter per second. നമുക്ക് നോക്കാം എന്താ പറഞ്ഞിട്ടുള്ളത്. ഒരു ഷിപ്പ് ഉണ്ട് അല്ലെ, ഒരു ഷിപ്പ് ഉണ്ട്. ആ ഷിപ്പിൽ ഒരു ട്രാൻസ്മിറ്റർ ഘടിപ്പിച്ചിട്ടുണ്ട്. ഷിപ്പിൽ. അപ്പോൾ ആ ഷിപ്പിലുള്ള ഈ ട്രാൻസ്മിറ്ററിന് ഒരു വേവ് എന്ത് ചെയ്ത്, ഇതൊരു ഷിപ്പാണെന്ന് വിചാരിക്കുക. ഷിപ്പിൽ ഒരു ട്രാൻസ്മിറ്റർ ഉണ്ട്. ഈ ട്രാൻസ്മിറ്ററിൽ നിന്ന് ഒരു വേവ് ഇങ്ങനെ കടലിന്റെ അടിത്തട്ടിലേക്ക് പോയി. എന്നിട്ട് എന്താ, ഇവിടെ ഒരു കല്ലുണ്ടാവും. ഇവിടെ എന്താണ്, ഒരു കല്ലുണ്ടായിരുന്നു. ഈ കല്ലിൽ പോയി തട്ടി തിരിച്ച് എവിടത്തേക്ക് എത്തി, തിരിച്ച് ഇങ്ങോട്ടേക്ക് തന്നെ എത്തി. ആ എത്തിയ സമയം 0.2 സെക്കൻഡ് ആണ്. എത്ര, 0.2 സെക്കൻഡ് ആണ്. അങ്ങനെയാണെങ്കിൽ ഈ ഷിപ്പും സ്റ്റോണും തമ്മിലുള്ള ദൂരം എത്രയായിരിക്കും എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ദൂരം എങ്ങനെയാ കാണുക? യെസ്, സ്പീഡ് ഈസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ ടൈം ആണ്. പക്ഷെ എന്താ, ഇവിടെ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ട്. അപ്പൊ എന്താ, 2 ടൈംസ് ഉണ്ടാവും അല്ലെ, 2d ഉണ്ടാവും അല്ലെ. നമ്മൾ എക്കോ ഒക്കെ പഠിക്കുമ്പോൾ എന്താ പഠിച്ചിട്ടുള്ളത്, ഇങ്ങോട്ടും അങ്ങോട്ടും കൂട്ടി d ഇങ്ങോട്ടും d അങ്ങോട്ടും, അപ്പൊ d പ്ലസ് d 2d. എന്താ കാണാൻ പറഞ്ഞിട്ടുള്ളത്, സ്പീഡാണ് അല്ലെ. ഇപ്പൊ സ്പീഡ് കാണാം, സ്പീഡ് അല്ല കാണാൻ പറഞ്ഞത്, എന്താ, ഡിസ്റ്റൻസ് അല്ലെ. അപ്പൊ എന്താ ഇക്വേഷൻ വരിക, 2d ഇസ് ഈക്വൽ ടു സ്പീഡ് ഇൻറ്റു ടൈം, സ്പീഡ് ഇൻറ്റു ടൈം. യെസ്, 2d ഈസ് ഈക്വൽ ടു സ്പീഡ് എത്രയാ തന്നിട്ടുള്ളത്, 1522 അല്ലെ. എത്ര, 1522 ഇൻറ്റു ടൈം എത്ര തന്നിട്ടുള്ളത്, ടൈം എത്ര ഇവിടെ തന്നിട്ടുള്ളത്, 0.2 ആണ് അല്ലെ. 0.2 എന്താ വന്നിട്ടുള്ളത്, 0.2 സെക്കൻഡ് ആണ് അല്ലെ. 1522 ഇൻറ്റു എത്ര ചെയ്തിട്ടുള്ളത്, 0.2. അപ്പൊ ആൻസർ എത്ര വരും, ഇവിടെ എത്ര വരും, 304.4 എന്ന് വരും അല്ലെ. 304.4 എന്ന് വരും. ഇതെന്താ കിട്ടിയിട്ടുള്ളത്, 2d ആണ് കിട്ടിയിട്ടുള്ളത്. നമുക്ക് എന്താ വേണ്ടത്, d ആണ് വേണ്ടത് അല്ലെ. അപ്പൊ ഡീന് എന്താ ചെയ്യാ, ഇപ്പൊ d കാണണമെങ്കിൽ ഡീന് ഇവിടെ വെച്ച് 2 ഇങ്ങോട്ട് ഉണ്ടോ അല്ലെ. അപ്പൊ എന്ത് ചെയ്യണോ, d ഇസ് ഈക്വൽ ടു 304.4 ഡിവൈഡഡ് ബൈ 2. ആൻസർ എത്ര വരും, ഇസ് ഈക്വൽ ടു 152.2, സോറി ഇവിടെ ഇതാ 152.2 മീറ്റർ. ഇത്രയും ദൂരത്തിലാണ് കല്ല് ഉള്ളത്. ഇത് ക്ലിയർ ആയിനോ? എന്താ, ഒന്നുകൂടി ഞാൻ പറഞ്ഞുതരാം. ഒരു ഷിപ്പ് ഉണ്ട്. ഷിപ്പിന്ന് ഒരു ട്രാൻസ്മിറ്റർ സിഗ്നൽ പാസ് ചെയ്ത് സ്റ്റോണിൽ പോയി തട്ടി തിരിച്ചെത്തി. അങ്ങനെയാണെങ്കിൽ എത്ര ദൂരത്തിലാണ് കല്ലുള്ളതെന്നാണ് ചോദിക്കുന്നത്. സ്പീഡിന്റെ ഇക്വേഷൻ അറിയാം, ഡിസ്റ്റൻസ് ബൈ ടൈം ആണ്. ദൂരം ഇങ്ങോട്ടുള്ളയും അങ്ങോട്ടുള്ളയും, അപ്പൊ 2 ഇൻറ്റു d വരും. എന്താ കാണേണ്ടത്, ഡിസ്റ്റൻസാ കാണേണ്ടത്. അപ്പൊ ഡിസ്റ്റൻസിന് ഇവിടെ വെച്ച് ടൈമിന് ഇങ്ങോട്ട് കൊണ്ടുപോയി. അപ്പൊ 2d ഈസ് ഈക്വൽ ടു സ്പീഡ് ഇൻറ്റു ടൈം. അപ്പൊ 2d ഈസ് ഈക്വൽ ടു സ്പീഡ് എത്ര തന്നിട്ടുള്ളത്, 1522 അല്ലെ. 1522 വന്ന് ടൈം എത്രയാ, 0.2. ഇതും മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 304.4 കിട്ടും. 2d ആണ് ഇത് കിട്ടിയത്. d കാണണമെങ്കിൽ എന്ത് ചെയ്യും, ഈ 2നെ കൊണ്ട് ഇതിനെ ഡിവൈഡ് ചെയ്യും, ബൈ 2 ചെയ്യും. ആൻസർ എത്ര കിട്ടും, 152.2 മീറ്റർ. ഇത്രയും ദൂരത്തിലാണ് ആ കല്ല് ഉള്ളത്. ഓക്കെ, ക്ലിയർ ആയില്ലേ? നമുക്ക് നെക്സ്റ്റ് നോക്കാം. ക്യാൻ വേവ്സ് കോസ് എനി ഹാം? എന്താ ചോദിച്ചിട്ടുള്ളത്, വേവ്സ് കാരണം എന്തെങ്കിലും പ്രശ്നം അല്ലെങ്കിൽ ഹാം ചെയ്യുമോന്നാണ് ചോദിച്ചിട്ടുള്ളത്. നമുക്ക് നോക്കാം. You have understood the characteristics and uses of different types of waves. Any type of wave above a certain intensity can cause harmful effect.
ദീസ് ആർ ഓൾസോ ഡിസ്ട്രക്റ്റീവ് വേവ്സ്. ആ എന്താ, കുറേ വേവ്സ് ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് നമുക്ക് കേൾക്കാനായിട്ട് പറ്റുന്നതും കേൾക്കാൻ പറ്റാത്തതുമായിട്ടുള്ള കുറേ വേവ്സ് ഉണ്ട്. അപ്പോ അങ്ങനെയുള്ള ചില വേവ്സ് എന്താണ്, ചില സമയത്ത് ഹാം ചെയ്യും, അതായത് ഡിസ്ട്രക്റ്റീവ് ആയിരിക്കും, നശിപ്പിച്ച് കളയും, ഹാംഫുൾ എഫക്റ്റ് ഉണ്ടാവും ചില വേവ്സ് കാരണം. ആ ടൈപ്പ് വേവിനെ കുറിച്ചാണ് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. സീസ്മിക് വേവ് ആൻഡ് സുനാമി. എന്താ, സീസ്മിക് വേവ് ആൻഡ് സുനാമി. സീസ്മിക് വേവും സുനാമിയാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. എ ബിൽഡിംഗ് ദാറ്റ് വാസ് ഡിസ്ട്രോയിഡ് ബൈ ദ എർത്ത് ക്വേക്ക് ഇസ് സീൻ ഇൻ ഫിഗർ 1.28. 1.28 എർത്ത് ക്വേക്ക് കാരണം ഉണ്ടായിട്ടുള്ള ഒരു ഡിസ്ട്രോയ് ആണ്, അതായത് ബിൽഡിംഗ് നശിച്ചിട്ടുണ്ട്. earthquakes often causes disaster. അത് നമുക്കറിയാലോ അല്ലെ. earthquake എന്താ, എപ്പോഴും എന്താ ക്രിയേറ്റ് ചെയ്യുക, ഡിസാസ്റ്റർ, ദുരന്തങ്ങളാണ് earthquake വരുത്തി വെക്കാറ്. Seismic waves are those which travels through the earth's crust as a result of earthquake, volcanic eruption and massive explosion. അതായത് earthquakeോ അല്ലെങ്കിൽ volcanic eruption, അഗ്നിപർവ്വത പൊട്ടൂലെ, അങ്ങനെയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഭയങ്കരമായിട്ടുള്ള എന്തെങ്കിലും എക്സ്പ്ലോഷൻസോ അങ്ങനെയൊക്കെ സംഭവിക്കുമ്പോൾ നമ്മളുടെ ഭൂമിയുടെ ക്രസ്റ്റിലൂടെ സഞ്ചരിക്കുന്ന വേവിനാണ് നമ്മൾ സീസ്മിക് വേവ് എന്ന് പറയാം. ക്ലിയർ ആയോ? സീസ്മോളജി ഇസ് ദ സ്റ്റഡി ഓഫ് സീസ്മിക് വേവ്. ഇങ്ങനെയുള്ള സീസ്മിക് വേവിനെ കൊണ്ട് പഠിക്കുന്ന ഒരു സ്റ്റഡീനെയാണ് നമ്മൾ സീസ്മോളജി എന്ന് പറയുന്നത്. The intensity of earthquakes is determined by the Richter scale. എന്ത് സ്കെയിൽ വെച്ചിട്ടാണ് earthquakeന്റെ ഇന്റൻസിറ്റി മെഷർ ചെയ്യുക? റിച്ചർ സ്കെയിൽ. ഇമ്പോർട്ടൻ്റ് ആണ്, ചോദിക്കും. അതായത് ഇത് ചോദിക്കും, സീസ്മോളജി എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താന്ന് ചോദിക്കും. സീസ്മോളജി എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ? സ്റ്റഡി ഓഫ് സീസ്മിക് വേവ്. സ്റ്റഡി ഓഫ് സീസ്മിക് വേവ്. സീസ്മിക് വേവ് എന്തെന്നാ? എർത്ത് ക്വേക്ക്, വോൾക്കാനിക് ഇറപ്ഷൻസ് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും എക്സ്പ്ലോഷൻസ് കാരണം എർത്തിന്റെ ക്രസ്റ്റിലൂടെ ട്രാവൽ ചെയ്യുന്ന വേവിനെയാണ് സീസ്മിക് വേവ് എന്ന് പറയാം. സീസ്മോളജി എന്ന് വെച്ച് കഴിഞ്ഞാൽ സീസ്മിക് വേവിനെ കുറിച്ച് പഠിക്കുന്നതിനാണ് സീസ്മോളജി എന്ന് പറയാം. എർത്ത് ക്വേക്ക് അതായത് ഇന്റൻസിറ്റി, എർത്ത് ക്വേക്കിന്റെ ഇന്റൻസിറ്റി ഒക്കെ മെഷർ ചെയ്യുന്ന സ്കെയിലിന്റെ പേര് റിച്ചർ സ്കെയിൽ. ഇത് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ, നോട്ട് ചെയ്ത് വെച്ചോ. എർത്ത് ക്വേക്കിന്റെ ഇന്റൻസിറ്റി മെഷർ ചെയ്യുന്ന സ്കെയിലിന്റെ പേരെന്താ? റിച്ചർ സ്കെയിൽ. Earthquakes that occur at the bottom of ocean or along coastal areas can sometimes trigger tsunami waves. അല്ലെ, അതായത് നമ്മളുടെ കടലിന്റെ അടിത്തട്ടിലൊക്കെ എന്ത് സംഭവിക്കും? ഇടയ്ക്ക് ഭൂമി കുലുങ്ങും അല്ലെ, earthquake സംഭവിക്കും. അങ്ങനെ earthquake സംഭവിക്കുമ്പോൾ എന്താ? വേവ്സ് ക്രിയേറ്റ് ആയി ഭയങ്കര വലിയ ജൈജാന്റിക് ഓഷ്യൻ വേവ്സ് ക്രിയേറ്റ് ചെയ്ത് ആ എന്ത് സംഭവിക്കും? ഒരു കുറേ വെള്ളത്തിന് സീ പുറത്തേക്ക് തള്ളും അല്ലെ, അങ്ങനെയാണ് സുനാമി ഉണ്ടാവുന്നത്. വാട്ട് മെഷേഴ്സ് ക്യാൻ ബി ടേക്കൺ ടു സേഫ് ഗാർഡ് അഗെയിൻസ്റ്റ് സുനാമീസ്? ഡിസ്കസ് ആൻഡ് മേക്ക് നോട്ട്സ്. അതായത് സുനാമിക്കെതിരെ നമ്മൾ എന്തൊക്കെ മെഷേഴ്സ് ആണ് എടുക്കേണ്ടത് എന്നാണ് ചോദിക്കുന്നത്. എന്തൊക്കെ മെഷറാ? ഇത് സുനാമി വരാൻ പോകുന്നുണ്ട് എന്ന് നമ്മൾ ആരെങ്കിലും അറിയിക്കണ്ടേ അല്ലെ? എന്താ, വാർണിംഗ് സിസ്റ്റംസ് ഒക്കെ നമ്മൾ സെറ്റപ്പ് ചെയ്യണം. പിന്നെ എന്താ, അതായത് സുനാമി തടയാൻ വേണ്ടിയിട്ട് വലിയ വലിയ കല്ല് കൊണ്ടൊക്കെയുള്ള ഓരോ ഷെൽട്ടേഴ്സ് ഒക്കെ നമ്മൾ ബിൽഡ് ചെയ്യണം. പിന്നെ എന്താ, ആൾക്കാർക്ക് എന്ത് പറഞ്ഞു കൊടുക്കണം? സുനാമിനെ കുറിച്ച് ബോധവൽക്കരണം നടത്തണം നമ്മള്. പിന്നെ എന്താണ്, പിന്നെ എന്താ, ഇവാക്വേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ? രക്ഷപ്പെടാനുള്ള മാർഗങ്ങളെ കുറിച്ച് എന്ത് ചെയ്യണം? നമ്മൾ ബോധവാന്മാരായിരിക്കണം. അപ്പൊ എന്തൊക്കെയാ ഇതിൽ എഴുതേണ്ടത് നമ്മള്? എസ്റ്റാബ്ലിഷ് വാർണിംഗ് സിസ്റ്റംസ്. എസ്റ്റാബ്ലിഷ് വാർണിംഗ് സിസ്റ്റംസ്. ഇത് ഒരു പോയിന്റ്. ഇനി അടുത്ത എന്താ? ബിൽഡ് സുനാമിയുടെ സ്പെല്ലിംഗ് ശ്രദ്ധിക്കണം. TSUNAMI ആണ് കേട്ടാ. ബിൽഡ് സുനാമി റെസിസ്റ്റന്റ് ഷെൽട്ടേഴ്സ്. സുനാമി റെസിസ്റ്റന്റ് ഷെൽട്ടേഴ്സ്. ഇനി അടുത്ത പോയിന്റ് ഏതാ? എഡ്യൂക്കേറ്റ് people about
pupil about tsunami risk. Next, create evacuation plans. Next one, conduct mock drills. അതായത് നമ്മൾ സുനാമി വന്നു കഴിഞ്ഞാൽ എന്താണ് ചെയ്യേണ്ടതെന്നുള്ളത് നമ്മളൊന്ന് മോക്ക് ചെയ്യുക. അതായത് എന്താ, മുന്നേ ഒന്ന് ഇതൊക്കെ വന്നാൽ എന്തായിരിക്കും നമ്മൾ ചെയ്യാന്നുള്ളത് ഒന്ന് മനസ്സിലാക്കി വെക്കാം. ഇനി എന്താ ഉള്ളത്, ഇനി നോക്കാം. വാട്ട് മെഷേഴ്സ് ക്യാൻ ബി, അത് നമ്മൾ നോക്കി. ഫോളോ ദ ഇൻസ്ട്രക്ഷൻ ഗിവൺ ബൈ ദ ഒഫീഷ്യൽ സുനാമി വാർണിംഗ് സെന്റേഴ്സ്. അത്രയാണുള്ളൂ. അപ്പോൾ ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് ഇത്രയും കാര്യങ്ങളാണ് പഠിക്കാനുള്ളത്. ഇനി ലെറ്റ്സ് അസസ് നോക്കാനുണ്ട്, അത് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ ചെയ്യാം. അപ്പോൾ എല്ലാവരും നോട്ട്സ് ഒക്കെ എഴുതി കറക്റ്റായിട്ട് ടൈം ടേബിൾ ഒക്കെ വെച്ച് പഠിച്ച് പോയിക്കോളൂ. അപ്പോൾ എന്താ, നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക്